ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ ഒക്കെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ ശ്രുതിയുടെയും ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചടങ്ങിൻ്റെ യാതൊരുവിധ സന്തോഷവും നമ്മുടെ ശ്രുതിയുടെ മുഖത്തില്ലതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, തൻ്റെ അച്ഛൻ വരുമെന്നുള്ള ആകെ പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചന്ദ്ര. എന്നാൽ അതെല്ലാം തന്നെ അസ്തമിച്ച രീതിയിലാണ് ചന്ദ്രയുടെ നിൽപ്പ്. മാത്രമല്ല, ചന്ദ്രയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ആൻറ്റി വളരെയധികം ദേഷ്യത്തിലാണത്. ഈ ഒരു ചടങ്ങിന് ശേഷം ആൻറ്റി തന്നോട് തീർച്ചയായിട്ടും ദേഷ്യപ്പെടുമെന്ന് നമ്മുടെ ശ്രുതിക്കറിയാം. അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെയാണ് ശ്രുതി ഉള്ളത്. അപ്പോൾ ഈ ഒരു ടെൻഷനെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി സച്ചിയെ കൊണ്ട് മദ്യം കഴിപ്പിച്ച് ഈ ഒരു ചടങ്ങൊന്ന് അലങ്കോലമാക്കുകയാണ്. പിന്നീട് തൻ്റെ അച്ഛൻ്റെ കാര്യമെല്ലാം തന്നെ ആ ഒരു വിഷയത്തിനിടയ്ക്ക് മറന്നു പൊക്കോളും എന്നൊക്കെ രീതിക്കാണ് ദാമു എന്ന് പറഞ്ഞ ഒരാളെ ഇറക്കിയത്. എന്നാൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവുള്ള ദാമു അകൃത്യമായി തന്നെ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സച്ചിക്കുള്ള പെഗും കൂടി കുടിച്ചു തീർക്കുന്നത് ദാമു ആണല്ലേ. ഇതുകൂടാതെ തന്നെ നമ്മുടെ സച്ചിയെ കെണിയിൽ വീഴ്ത്താനായിട്ട് മഹിമയെ ശ്രമിക്കുന്നുണ്ട്. മഹിമയുടെ തന്നെ ഒരു കൂട്ടാളിയെ പറഞ്ഞു വിട്ട് സച്ചിയെ പരമാവധി തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ സച്ചി തെന്നി മാറുന്നുണ്ടല്ലോ. അതിന് കാരണം പറ്റുന്നുള്ള നമ്മുടെ രേവതിക്കായിട്ട് സച്ചി വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചടങ്ങിൽ താൻ മൂലം യാതൊരുവിധ അലങ്കോലം ഉണ്ടാവുകയില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് സച്ചി ആരോടും തന്നെ പ്രതികരിക്കാതിരിക്കുന്നത് കേട്ടോ. മഹിമയെ ശ്രുതി മാത്രമല്ല, സച്ചിയെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മധുസൂദനൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. മാത്രമല്ല, ചിലപ്പോൾ വർഷയുടെ അച്ഛനാന്ന് പോലും നോക്കാതെ സച്ചി തിരിച്ച് പ്രതികരിച്ചേക്കാം എന്നൊക്കെ അശോകനായിട്ട് രവി പറയുന്ന സമയത്ത് അശോകനും അത് ശരിയാണെന്ന് തന്നെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ സച്ചി ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി വർഷയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വർഷ ഒരു പൂമാല ഒരു കട്ടിലിട്ടുണ്ട്. ആ ഒരു പൂമാലയിൽ വർഷയുടെ നെക്ലേസ് ഉറയി കിടക്കാൻ കേട്ടോ. ഈ ഒരു കാഴ്ച നമ്മുടെ രേവതി കാണുമ്പോഴത്തേക്ക് ആ നെക്ലേസ് എടുത്തിട്ട് വർഷയ്ക്ക് കൊണ്ട് കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് മഹിമയും മധുസൂദനും അങ്ങോട്ട് വരികയും മനഃപൂർവ്വം തന്നെ അവർ രേവതിയെ കള്ളിയാക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തുറന്നു പോയി കാണുകയും ചെയ്യണം കേട്ടോ. അപ്പം മധുസൂദന്റെ മഹിമയുടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ രേവതിക്ക് സഹിക്കാനാവുന്നില്ല. രേവതി കരഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സച്ചിയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സച്ചിയും രവിയും എല്ലാം തന്നെ മധുസൂദനയും മഹിമയും സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനഃപൂർവ്വം തന്നെ നമ്മുടെ രേവതിയെ കള്ളിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മധുസൂദനും മഹിമയും ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവർ വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുകയും രേവതി കള്ളിയാണെന്നൊക്കെ പറയുകയും ചെയ്യുകയാണ്. ഇത് കേട്ട് സഹിക്കാനാവുന്ന സച്ചി മധുസൂദനെ കെട്ടി തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രശ്നം വളരെയധികം രൂക്ഷമാവുകയും അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരുന്ന വർഷയുടെ ശ്രീകാന്തിൻ്റെ ഇടയിൽ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവണം. സച്ചി മനഃപൂർവ്വം തന്നെ മധുസൂദനെ തല്ലുകയാണെന്നൊക്കെ ഒരു തോന്നൽ അവരുടെ ഇടയ്ക്ക് ഉണ്ടാവുകയാണ്. സത്യാവസ്ഥ എന്താണെന്നൊന്നും തന്നെ വർഷ അന്വേഷിക്കുന്നില്ല. വർഷ അവിടെ നിന്ന് പിണങ്ങി പോകണമെന്ന് സച്ചിയുടെ വീട്ടിലേക്ക് താൻ വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്കായിട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് രവിയാണ് ശ്രീകാന്തിനോട് പറയുന്നത്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ, ഇനി എന്തായാലും അവളെ തന്നെ വീട്ടിൽ നിർത്തണം, നീയും കൂടി ഇവിടെ നിന്നോ, പിണക്കങ്ങളൊക്കെ മാറിയതിന് ശേഷം രണ്ടുപേരോട് വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെയും വർഷയെ അവിടെ നിർത്തിയിട്ട് വീട്ടിലേക്ക് തിരികെ ചെല്ലുന്ന സമയത്ത് ചന്ദ്ര ഒരുപാട് പ്രശ്നം ഉണ്ടാക്കട്ടെ. തൻ്റെ മകൻ പോയതിലും അധികം ദുഃഖം എന്ന് പറഞ്ഞാൽ പണക്കാരിയായി തൻ്റെ മരുമകൾ എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി എന്ന രീതിക്കാണ് ചന്ദ്ര പെരുമാറുന്ന. ആ ഒരു സമയത്ത് രേവതി അമ്മ എല്ലാ സത്യങ്ങളും അറിയാവുന്നില്ല, പിന്നെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് സത്യം, നിനക്ക് ആ റൂമിലേക്ക് കയറി പോകേണ്ട കാര്യമില്ല, നീ ഒരു മൂലയിൽ മര്യാദയ്ക്ക് ഇരുന്നല്ലായിരുന്നു, നിനക്ക് അവിടെ തന്നെ ഇരുന്നാൽ പോരാതെ എന്തിനാണ് ചടങ്ങിൻ്റെ ഇടയ്ക്കോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു പറഞ്ഞിട്ട് പരമാവധി രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇതൊന്നും കേട്ട് സഹിക്കാതെ തന്നെ സച്ചി തിരിച്ച് ചന്ദ്രനായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇനി എൻ്റെ മോനോ മരുമകളോ ഇല്ലാത്ത ഈ വീട്ടിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനോട് രേവതിനോടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിക്ക് ഒരുപാട് സങ്കടമാവുന്നുള്ളൊരു സച്ചി പറയും, ശരി അമ്മ പറഞ്ഞ് ഞാൻ കേട്ടേക്കാം, രേവതി നിന്റെ എല്ലാ സ്ഥലങ്ങളും എടുത്തോ, നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ രവി പറയുന്നുണ്ട്, അമ്മ പറയുന്നത് നീ കേൾക്കല്ല, നീ എന്തിനെങ്കിലും എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്നതിനൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ഞാൻ മാത്രമല്ല അച്ഛൻ്റെ ഡ്രസ്സുകളും പാക്ക് ചെയ്ത് അച്ഛനും എൻ്റെ കൂടെ പോരുകയാണെന്ന് പറയാം കേട്ടോ. ചന്ദ്ര വേഗം തന്നെ പറയുന്നുണ്ട്, അതിനെന്തിന് രവിയേട്ടനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അച്ഛനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല, ഞാൻ എവിടെ പോയാലും അച്ഛനെ കൊണ്ടേ പോവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയോട് രേവതിയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്ന സമയത്ത് അവിടെ ശ്രുതിയൊക്കെ ഉണ്ടാകും. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പം തന്നെ രേവതിയും സച്ചിയും പുറത്തിറങ്ങി പോകുമെന്നുള്ള ആകാംക്ഷയിൽ രണ്ടുപേരും നിൽക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ സച്ചി രവിയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ രവി പോകുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര എന്തായാലും രവിയെ പറഞ്ഞു വിടാൻ തയ്യാറാവുകയില്ല. അങ്ങനെ അവസാനം സച്ചി പറയാണ്, ഇവിടെ മോഷ്ടിച്ച കാര്യം തെളിവോടുകൂടി പിടികൂടിയിട്ടും പലരും തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ്, എൻ്റെ രേവതി എന്തായാലും തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നല്ല ഉറപ്പാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കുമെന്നൊക്കെയാണ് സച്ചി പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.